ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ റസാഖിന്റെ അടുത്ത് പരാതിയുമായി എത്തിയ മഹേന്ദ്രന്റെ വാക്കുകൾ കേട്ട് റസാഖ് പറഞ്ഞു, ഇതും സ്വഭാവം തന്നെയായിരുന്നു പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിവന്റേതും. അത് കേട്ടതോടെ ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു, അതെ, അക്കാര്യത്തിൽ റസാഖിന് ഒരു തെറ്റുപറ്റി. അങ്ങനെ ഒരു മകൻ എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ആകെയുള്ളത് ഒരു പെൺകുട്ടി മാത്രമാണ്. അതുകൊണ്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി അവളെങ്കിലും നേർവഴിക്ക് വരുമോ എന്നൊന്നറിയണം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ നല്ല രീതിയിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. ആദ്യത്തേത് അവൻ്റെ തോന്നിവാസത്തിന് പോയി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മകനില്ല എന്ന് ഞാൻ എഴുതി തള്ളിക്കഴിഞ്ഞു. ഇനിയുള്ള ഒരെണ്ണത്തിനെ, ആ പെൺകൊച്ചിനെയെങ്കിലും ഞങ്ങൾക്ക് ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ഒരിറ്റ് വെള്ളം തരാനായിട്ട് കിട്ടുമോ എന്നറിയാനാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന് റസാഖ് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അങ്ങനെ ഒരു ആവശ്യം അറിയിച്ചപ്പോൾ റസാഖ് അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴേക്കും രാഘവൻ നായരുമായി പിള്ളച്ചേട്ടനോടൊപ്പം ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു ശിവൻ. രാഘവൻ നായരെ ഡോക്ടർ പരിശോധിക്കുന്നതിനിടയിൽ എപ്പോഴും ടെൻഷനോടെ തന്നെ രാഘവൻ നായർ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, എൻ്റെ മോൻ വിഷ്ണു അവൻ പുറത്തിരിപ്പുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും, ഉണ്ട്, രാഘവൻ സാറെ ഒന്ന് സമാധാനത്തോടെ കിടക്ക് എന്ന് പറഞ്ഞു കണ്ണിൽ വെച്ചിരുന്ന കണ്ണട എടുത്ത് മാറ്റി പരിശോധന നടത്തുമ്പോഴേക്കും, അയ്യോ അതെടുത്തോണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ബഹളം വയ്ക്കുന്നു. കണ്ണട ദാ ഒന്ന് കണ്ണു നോക്കാൻ വേണ്ടി മാത്രമായിരുന്നു, ദാ ഇതിന് വെച്ചോ എന്ന് പറഞ്ഞ് കണ്ണട തിരിച്ചു വെപ്പിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർക്ക് വീണ്ടും ആകെ ടെൻഷനായി കഴിഞ്ഞിരുന്നു. എൻ്റെ മോനുണ്ടല്ലോ, അവൻ പുറത്തിരിപ്പുണ്ടോ എന്ന് വീണ്ടും ഡോക്ടറോട് ചോദിച്ചപ്പോൾ, ഉണ്ടല്ലോ രാഘവൻ സാറേ എന്ന് വീണ്ടും ഡോക്ടർ മറുപടി നൽകി. അതിനുശേഷം ഡോക്ടർ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ശിവൻ കാര്യം അറിയുവാൻ അരികിലേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു, അതെ, നിങ്ങൾ കൃത്യസമയത്താണ് ആളെ കൊണ്ടുവന്നത് കേട്ടോ. വല്ലാത്ത പ്രഷറായിരുന്നു. അതുകൊണ്ട് പ്രഷർ കൂടിപ്പോയതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം. ഇത് കൂടിപ്പോയിരുന്നെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു അവസ്ഥ. എന്തായാലും കൃത്യസമയത്ത് എവിടേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ശിവൻ ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ അഡ്മിറ്റ് ആകേണ്ട ആവശ്യമുണ്ട് ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ, വൈകിട്ട് ഇന്നിനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റുള്ളൂ. എന്തായാലും അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. പക്ഷേ ചെന്നപ്പോൾ മുതൽ ആകെ ഒരു ടെൻഷനായിരുന്നു ആൾക്ക്. ഒരു കാര്യം മാത്രമേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഓർമ്മക്കുറവും ഉണ്ടല്ലേ. മോനെ വിഷ്ണുവിനെ കുറിച്ച് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതും ശിവൻ ചോദിച്ചു, അകത്ത് കയറിയപ്പോൾ കാണാമല്ലോ അല്ലേ ഡോക്ടർ, അതിനെന്താ കയറി കണ്ടോളൂ എന്ന് പറഞ്ഞ് ശിവനോട് കയറി കണ്ടോളാൻ ഡോക്ടർ അനുവദിച്ചു. അവിടെ ബെഡിൽ കിടക്കുന്ന രാഘവൻ നായരെ കണ്ട് ശിവൻ അരികിലേക്ക് എന്നതും വളരെ സന്തോഷത്തോടെ രാഘവൻ നായർ ചാടി എഴുന്നേറ്റു. എടാ മോനെ, നിന്നെ കാണാഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നതാ. അവർ നിന്നെ ഇവിടെ അടുത്ത് നിർത്തത്തില്ലായിരുന്നല്ലോ, അതാണ് എൻ്റെ ആകെ ആശങ്ക. എന്തായാലും നിന്നെ ഇവിടെ നിർത്തുമായിരുന്നെങ്കിലേ നമുക്കിവിടെ വല്ലതും പറഞ്ഞൊക്കെ ഇരിക്കായിരുന്നല്ലോടാ. അതായിരുന്നു അച്ഛൻ ചിന്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പിള്ളച്ചേട്ടൻ ചോദിച്ചു, പിന്നെ ഇവിടെ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പാർക്കിലല്ലേ വന്നേക്കുന്നത്? എൻ്റെ സാർ എന്തൊക്കെയാ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ വന്ന് വല്ലതും പിന്നെയും പറഞ്ഞിരിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് രാഘവൻ നായർ ചോദിച്ചു, അതിനെന്താടോ, ഞാൻ എൻ്റെ മോനോടല്ലേ സംസാരിക്കുന്നത്. എൻ്റെ മോനോട് എനിക്ക് കുശലം പറഞ്ഞിരിക്കുന്നതിന് എന്താടോ കുഴപ്പം? എടാ മോനെ, നിന്നെ ഇവർ എൻ്റെ അടുത്തുനിന്ന് മാറ്റി നിർത്താനൊക്കെ നോക്കുക. എടാ നീ എങ്ങനെയെങ്കിലും പോവില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും രാഘവൻ നായരെ ചേർത്ത് പിടിച്ച് ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല അച്ഛാ, അതാ നോക്കിക്കോ എടോ, ഇനി എന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നോണ്ടല്ലോ, അതെ അയാൾ വീട്ടിൽ കയറി വന്നിട്ടേ എൻ്റെ മോനെക്കുറിച്ച് പറയുന്ന കേട്ടപ്പം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നേ. അതുകൊണ്ടാ ഞാൻ അവർക്കിട്ട് അയാളുടെ നേരെ ഈ ബഹളം വെച്ചതെന്ന് പറഞ്ഞപ്പോൾ, അതെ, ആവശ്യമില്ലാതെ ആൾക്കാരുടെ നേരെ വഴക്കുണ്ടാക്കാൻ ചെന്നാലേ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ, പോലീസ് എന്നല്ല, ആര് വന്നാലുമേ ദാ എൻ്റെ മോൻ അവരെ ഇടിച്ച് പഞ്ചറാക്കിക്കളും അല്ലേടാ എന്ന് പറഞ്ഞു. അത് കേട്ട് ശിവൻ പിന്നെ എല്ലാവരെയും എന്ന് പറഞ്ഞ് രാഘവൻ നായരെ ചേർത്ത് പിടിച്ചതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, നീ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലേ അച്ഛൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതും ശിവൻ പറഞ്ഞു, ഇല്ല, ഇന്ന് ഞാൻ എങ്ങും പോകുന്നില്ല, അച്ഛൻ്റെ അടുത്ത് തന്നെയുണ്ട്, എന്താ അത് പോരെ? മതി എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോള് വന്നു. ധാരാ വിളിക്കുന്നതെന്നറിയാനായിട്ട് ശിവൻ ഫോൺ എടുത്ത് നോക്കി. അപ്പോഴേക്കും കോള് വരുന്നത് കണ്ട് രാഘവൻ നായർ പെട്ടെന്ന് നോക്കുകയായിരുന്നു. ചന്ദ്രയുടെ കോളാ വരുന്നതെന്ന് കണ്ടപ്പോൾ ശിവനോട് രാഘവൻ നായർ ചോദിച്ചു, ആരാ വിളിക്കുന്നത്? അതെ, ഒരു അത്യാവശ്യ കോളാണ്, അതെ അച്ഛനോട് തന്നെ ഇരിക്കണേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ശിവൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും രാഘവൻ നായർ ശിവനെ പിടിച്ചു നിർത്തി. എടാ മോനെ, നീ ഇങ്ങോട്ടേ പോകുന്നത് എന്ന് ചോദിച്ചതും, അച്ഛാ ഞാൻ ഇപ്പോൾ വരാം, ഈ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പിള്ളച്ചേട്ടാ നോക്കിക്കോണം കേട്ടോ, പിള്ളച്ചേട്ടനുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞ് രാഘവൻ നായരെ പിള്ളച്ചേട്ടനെ ഏൽപ്പിച്ചിട്ട് വേഗം തന്നെ ശിവൻ പുറത്തേക്ക് ഇറങ്ങി. ശിവൻ പുറത്തേക്ക് പോയതും രാഘവൻ നായരെ
പിള്ളയോട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിവനെ കാണുന്നില്ല. അപ്പോഴേക്കും രാഘവൻ നായർക്കാകുക പ്രളയം. അയ്യോ എൻ്റെ വിഷ്ണുമോൻ എവിടെയെന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, എൻ്റെ സാറോട് പിള്ളച്ചേട്ടൻ പറഞ്ഞു, സാർ ഇവിടെ നിൽക്ക്, വിഷ്ണുപ്പം എങ്ങും പോയിട്ടില്ലെന്നേ, ആ ഫോൺ വിളിച്ചിട്ട് ഇപ്പം ഇങ്ങ് വരും, എവിടെ പോകാനാ, സാർ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് രാഘവൻ നായരെ സമാധാനപ്പെടുത്തി പിള്ളയെ അവിടെ ഇരുത്തി. പുറത്തേക്ക് മാറിയ ശിവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതും ഉടനെ തന്നെ ശിവൻ ഫോൺ എടുത്ത് കമലിനെ വിളിച്ചു. കമല സ്റ്റാൻഡിലായിരുന്നത് കൊണ്ട് കോൾ വന്നപ്പോൾ എന്താ ആശാനെ എന്ന് ചോദിച്ചു. കോൾ അറ്റൻഡ് ചെയ്തത്, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ ആശാനെ ഞാൻ ചെയ്യേണ്ടത്, ആശാൻ ഇങ്ങോട്ട് പറ, എനിക്ക് ചെയ്യാൻ പറ്റാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ശിവൻ പറഞ്ഞു, എടാ നീ ഞാൻ താമസിക്കുന്ന ലോഡ്ജ് വരെ ഒന്ന് ചെല്ലണം. അവിടെ മുറിയിൽ എൻ്റെ ആ സഹോദരിയും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനുമുണ്ട്. അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം നീ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അത് ഞാൻ കൊടുത്തോളാം. പിന്നെ അവരോട് നീ പറയണം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്, അപ്പോൾ മാത്രമേ എനിക്ക് വരാൻ കഴിയുള്ളൂ. ഒരു ആശുപത്രി കേസ് ആയതുകൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കുകയാണെന്ന് നീ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റുവശനെ, കൃത്യം രജിസ്ട്രേഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ അവരെയും കൂട്ടി അവിടെ എത്തിക്കോളാം. എന്താ അതുപോലെ, അച്ഛൻ വേറൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞ് വേഗം കമല ഫോൺ വെച്ചു. അല്ല അപ്പോൾ ആശാൻ അങ്ങനെ പറഞ്ഞു എന്തിനായിരിക്കും, ആശാന്റെ വീട്ടിൽ ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവുമോ എന്ന് ആലോചിച്ച് കമൽ അങ്ങനെ തല പോയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേഷ്മ ശാലിനിക്ക് വേണ്ടി വിഷ്ണുവിന്റെ ഹാർട്ട് മാറ്റി വെച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയാനുള്ള കണ്ടെത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ രേഷ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയ നേഴ്സ് കുറെ തവണയായിട്ടും രേഷ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കാറായപ്പോൾ രേഷ്മയ്ക്ക് ആകെ നിരാശയായി. ഒടുവിൽ രേഷ്മ ആ നഴ്സിനെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ തന്നെ എത്തി. അപ്പോഴേക്കും രേഷ്മ ആ നഴ്സിനെ കണ്ടതും, സുനന്ദയെ ഞാൻ കുറെ തവണ വിളിച്ചു, പക്ഷെ ഫോണിൽ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല, അതാ ഞാൻ നേരിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, കോളിഞ്ഞ് വരുന്നത് ഞാൻ കണ്ടിരുന്നു, പക്ഷേ എടുത്തിട്ട് എന്ത് പറയുമെന്നതുകൊണ്ടാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. സത്യത്തിൽ എനിക്ക് ആ ഫയൽ എടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ സാറിന്റെ മുന്നിൽ ഇങ്ങനൊരു ആവശ്യമായി ചെന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചതെന്ന് പറഞ്ഞതും രേഷ്മ പറഞ്ഞു, ഫയൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ കോപ്പിയാണെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, അത് ഫയൽ എവിടെ നിന്ന് എടുത്താൽ കോപ്പിയാണെങ്കിലും എടുക്കാൻ കഴിയും, അതാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് സുനന്ദ അറിയിച്ചു. അപ്പോഴേക്കും രേഷ്മ ചോദിച്ചു, എങ്ങനെയെങ്കിലും അതിന്റെ ആ ഫയലൊന്ന് അവിടെ നിന്ന് എടുത്ത് ഒന്ന് മാറ്റാൻ സാധിക്കുമോ സാറ്, അത് ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ രേഷ്മയുടെ സ്വന്തം പറഞ്ഞു, അത് പിന്നെ എപ്പോഴും സാർ ആ ഫയൽ ശ്രദ്ധിക്കുന്നതല്ല, പക്ഷെ ഇപ്പോ ഒരു നോട്ടപ്പുള്ളിയായ ഫയലായി മാറിയില്ലേ അത്, നമ്മളിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ഡോക്ടറുടെ മുന്നിൽ ചെന്നതുകൊണ്ടാണ് അത് പ്രശ്നമായത്, അല്ലായിരുന്നെങ്കിൽ സാർ ആ ഫയലിലേക്ക് നോക്കുക പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയിപ്പോ ആ ഫയൽ സാർ ശ്രദ്ധിച്ചേക്കും, അതുകൊണ്ട് തന്നെ അതിൽ എടുക്കുക എന്നത് അല്പം റിസ്ക് പിടിച്ച കാര്യമാണ്. എന്തായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം, ഉറപ്പ് പറയാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ രേഷ്മ പറഞ്ഞു, എങ്ങനെയും എനിക്കത് സാധിച്ചു തന്നേ പറ്റൂ, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു രേഷ്മ സുനന്ദയുടെ സുനന്ദയ്ക്കോ ഒരു കുഴപ്പവും വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാമെന്ന് രേഷ്മ ഉറപ്പ് നൽകി. എന്നാൽ താൻ ശ്രമിച്ചു നോക്കാമെന്ന് മാത്രം രേഷ്മയ്ക്ക് സുനന്ദ വാക്ക് നൽകുകയാണ്. അതിനുശേഷമാണ് കമലൻ പുറത്തേക്ക് പോയി അവിടെ ചന്ദ്രയും പ്രകാശനും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകാനായി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കമലൻ. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അതിലെ സോമശേഖരനും സംഘവും കൂടി എത്തിയത്. പോലീസ് ജീപ്പിലെ പാസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കമലിനെ കണ്ടതും ഉടനെ വണ്ടി അവിടേക്ക് മാറ്റി. നീ എന്താ അവിടെ വന്ന് പമ്മി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പം, ഒന്നുമില്ല സാറേ എന്നായിരുന്നു കമലിന്റെ മറുപടി. അല്ല, നീ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കാൻ സാധ്യതയില്ലല്ലോ, കാര്യം പറയടാ, എന്താണ് അവിടെ ആവശ്യം എന്ന് അന്വേഷിച്ചപ്പോ കമലം പറഞ്ഞു, അതെ ഇവിടെ എൻ്റെ ആശാന്റെ റൂം, ആശാൻ ഈ ലോഡ്ജിൽ താമസിക്കുന്നത്, അതുകൊണ്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞതും കമലം പറഞ്ഞു, ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞപ്പോ, അത് അത്ര പന്തികേടല്ലോ, നിന്റെ ആശാന്റെ റൂം ഏതാടാ എന്ന് ചോദിച്ചു. ആശാന്റെ റൂം ഈ ലോഡ്ജിൽ തന്നെയാണെന്ന് അറിയിച്ചതും വേഗം അകത്തേക്ക് കയറുകയാണ് സോമശേഖരനും സംഘവും. അവിടെ ചെന്ന് റിസപ്ഷനിസ്റ്റിനോട് വേഗം ശിവന്റെ റൂം ഏതാണെന്ന് അന്വേഷിച്ചു. ശിവന്റെ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം അവിടെ ഇപ്പൊ രണ്ട് പേരുണ്ട് എന്ന് അവർ പറഞ്ഞു. അത് ശരി, ഇവിടെ എന്തോ അപ്പോ വേണ്ടാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ടല്ലേ. എടാ, ആരാടാ റൂമിലുള്ളത്, നീ അപ്പോ അവരെ റൂമിൽ കൊണ്ട് ആക്കിയിട്ട് നീ ഇവിടെ കാവൽ നിൽക്കുകയായിരുന്നല്ലടാ എന്നല്ല കമലിനോട് മോശമായിട്ട് സോമശേഖരൻ സംസാരിച്ചു. ഇത് കേട്ടതും കമലം പറഞ്ഞു, ദേ അനാവശ്യം പറയരുത് സാറേ റൂമിലുള്ളത് ആശാന്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനുമാണെന്ന് പറഞ്ഞതും അത് കേട്ടതും, ആഹാ അത് ശരി, അപ്പോ നീ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവിടെ ഏർപ്പാട് ചെയ്തിട്ട് നീ ഇവിടെ വന്ന് കാവലിരിക്കുക അല്ലേ, ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞ് വേഗം തന്നെ ശിവന്റെ റൂമിനടുത്തേക്ക് കമലിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. വാതിൽ വന്ന് മുട്ടിയത് കേട്ടതോടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങിയ ചന്ദ്രയും പ്രകാശനും ആകെ ആശങ്കയിലെ.
പ്രകാശൻ ആരാണെന്ന് വാതിൽക്ക വന്ന് ചോദിച്ചതും ഞാൻ ആ കമലിനാണെന്ന് കമലൻ മറുപടി നൽകിയതോടെ വാതിൽ തുറന്നു. അപ്പോഴേക്കും പോലീസുകാരൻ കമലിനും കൂടി അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ ആകെ ഞെട്ടലായി. ആശങ്കയോടെ കമലിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഉടനെ സോമശേഖരൻ അകത്തേക്ക് കയറി എന്നിട്ട് ചോദിച്ചു, അത് ശരി, നീയപ്പോ ഇവിടെ കൂട്ടിക്കൊടുപ്പ് പരിപാടിയാണല്ലേടാ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ശിവൻ ഇവിടെ ലോഡ്ജിൽ മുറി എടുത്തിട്ട് ഇതാണ് അവന്റെ ബിസിനസ് അല്ലേ? ശരിയാക്കി തരാൻ നിന്നെയൊക്കെ, പിടിച്ചോണ്ട് പോടോ ഇവരെ എന്ന് പറഞ്ഞ് പോലീസ് കോൺസ്റ്റബിൾമാരോട് പ്രകാശിന്റെ കൂടെ ചന്ദ്രയെയും ജീപ്പിലേക്ക് കൊണ്ടുപോയി കയറ്റാനായിട്ട് അറിയിച്ചു. അത് കേട്ടതും ആകെ വേദനയോടെ പ്രകാശനും ചന്ദ്രയും കൂടി ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സാർ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച് ബഹളം വെക്കുമ്പോഴേക്കും പറഞ്ഞു തരാടാ, ഇത് ഏത് സെക്ഷനാണെന്നും ഇത് ഏത് വകുപ്പാണെന്നും ഒക്കെ നിനക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വേഗം അവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് സോമശേഖരൻ സംഘം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കമലം കിടന്ന് ബഹളം വെക്കുകയാണ്. സാർ എന്ത് പണിയെ കാണിക്കണേ? ഇത് ആശാന്റെ പെങ്ങളെ സാറേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും അത് ശരി, പെങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെയും പെങ്ങളെയും മുറിയിലിരുത്തി അവൻ കറങ്ങി നടക്കുക അല്ലടാ? നീയേ എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കണ്ടാ, എനിക്കറിയാം നിന്റെയൊക്കെ സ്വഭാവം എന്താണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കമലിനെ തട്ടിമാറ്റി സോമശേഖരൻ ചന്ദ്രയെയും പ്രകാശിനെയും ജീപ്പിലേക്ക് കയറ്റി. അപ്പോഴാണ് കളക്ടറേറ്റിലേക്ക് എത്തിയ ശാലിനി റവന്യൂ മിനിസ്റ്ററുടെ മീറ്റിങ്ങിനായിട്ട് പോകാൻ അനുപല്ലവിയോട് പറയുന്നു. ഞാൻ എന്തായാലും മീറ്റിങ്ങിന് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം, എന്താ കാര്യം എന്നറിയില്ല, ഇന്നത്തെ ഈ ആഴ്ചത്തേക്കുള്ള ബാക്കി ലിസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് വേഗം ശാലിനി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ റവന്യൂ മിനിസ്റ്ററുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാമൂട്ടിൽ യോഹനാന്റെ മകൻ ആന്റണിയും ഒപ്പം ഡേവിസും കൂടിയായിരുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്ന കണ്ട് അരികിലേക്ക് ചെന്ന് ശാലിനി എന്താ സാർ വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ ഉടനെ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞു, അതെ, നമ്മുടെ ചെറുപ്പക്കാര് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് കൂടി നേട്ടമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് നമ്മൾ അവർക്ക് അനുമതി നൽകുകയും അവരോടൊപ്പം നിൽക്കുകയുമല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് കളക്ടറോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവര് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംരംഭം ആരംഭിക്കാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക്. അതും ഇന്നത്തെ കാലത്ത് കൂടുതലും ക്യാൻസർ പേഷ്യന്റുകൾ അതിക്രമിച്ചു വരുന്ന ഈ കാലത്ത് നിർധനരായിട്ടുള്ള ആ പാവങ്ങൾക്ക് നല്ല ചികിത്സാ സഹായവും വേണ്ട രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ചികിത്സാ സഹായം ലഭിക്കുന്നതിനും വളരെ മിതമായ നിരക്കിൽ അവർക്ക് ആ ചികിത്സ എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിനുവേണ്ടി നമ്മുടെ അങ്ങനെ ഒരു കെട്ടിട സമുച്ചയം അവിടെ പണിതുയർത്താനായി ഇവർ ആവശ്യപ്പെടുന്നത് 100 ഏക്കർ വരുന്ന ചെറുവള്ളി പാടത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരു ഭാഗം ഇവർക്ക് നൽകുന്നതിൽ എന്തെങ്കിലും നിയമതടസ്സമുണ്ടോ എന്ന് ശാലിനിയോട് ചോദിച്ചപ്പോൾ സമൂഹത്തിന് നന്മ വരാൻ പോകുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നേട്ടമായി മാറുന്ന ഒരു പദ്ധതിയായതിൽ അതിന് യാതൊരു നിയമ തടസ്സവും പറയാനാവില്ല. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം, ഇതിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മിനിസ്റ്ററോടും ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഇവരോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇതുപോലെ പല പ്രൊജക്ടുകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് ഗവൺമെന്റിന്റെ മുന്നിൽ പൊടിയിട്ടുകൊണ്ട് വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ, ഇതുപോലെയുള്ള പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തി അവിടെ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പണിതുയർത്തിയതിനു ശേഷം പിന്നീട് അവർ പറഞ്ഞ പ്രോജക്റ്റുകളൊന്നും അവിടെ നടപ്പിലാക്കാതെ ഈ സമൂഹത്തെ ദ്രോഹിക്കുന്ന രീതിയിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൂട്ടിയ കഥകളാണ്, ചരിത്രങ്ങളാണ് ഇന്നേ വരെ നമ്മുടെ ഈ നാട്ടിൽ നിലനിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പദ്ധതിയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും എനിക്കതിന് അനുമതി നൽകാനാവില്ല. എന്തായാലും ഇവരുടെ ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിശദമായിട്ട് ഇതിലുണ്ടെന്നല്ലേ സാറ് പറഞ്ഞു. ഈ ഫയൽ ഒന്ന് പഠിക്കട്ടെ, അതിനുശേഷം വേണ്ട തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ ആന്റണിയും ഡേവിസും വളരെ സന്തോഷത്തോടെ ശാലിനി അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിക്കുമ്പോഴേക്കും ആ ശാലിനി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മിനിസ്റ്റർ പറഞ്ഞു, എന്തായാലും കളക്ടർ അങ്ങനെയൊക്കെ പറയും, ഞാൻ കാര്യങ്ങൾ റെഡിയാക്കി തന്നോളാമെന്ന് മിനിസ്റ്റർ ഉറപ്പ് നൽകി. ഉടനെ തന്നെ മിനിസ്റ്ററുടെ ആ അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡേവിസും ആന്റണിയും വളരെ അഹങ്കാരത്തോടെ ശാലിനിയെ കാണുവാനായി ക്യാബിനിലേക്ക് ചെല്ലുകയാണ്. കളക്ടറുടെ ക്യാബിനിലേക്ക് കയറി ചെന്ന അവർ രണ്ടുപേരും ശാലിനിയോട് പറയുന്നത്, മേഡം പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇവിടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാമെന്ന് മിനിസ്റ്റർ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അതിനു വേണ്ട സപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ് പല രാഷ്ട്രീയ പ്രമുഖരും ഞങ്ങളുടെ പിന്നാലെ കൂടിയതാണ്. പക്ഷെ അവരെ ആരെയും ഇതിൽ കൈകടത്താതെ മേഡത്തിന്റെ മുന്നിലെ മിനിസ്റ്റർ മുഖേന നേരിട്ട് വന്നെത്തിയത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിന്റെ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നേട്ടം അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന നന്മ അത് മേഡത്തിന് കൂടി ലഭിച്ചോട്ടെ എന്നതിന്റെ ഒറ്റ കാരണത്താലാണെന്ന് അറിയിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഫയൽ ഞാൻ പഠിക്കട്ടെ,
എന്താ ഒരു കാര്യം ഞാനിപ്പോ പറയാം. ഈ ഫയലും നിങ്ങളുടെ സംസാര രീതികളും ഒക്കെ വെച്ച് എനിക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇത് പഠിക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ കഴിയും. ചിലപ്പോ എന്റെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി വരാം എന്നുള്ള പ്രതീക്ഷ ഒട്ടും വേണ്ട. കാരണം ഇപ്പോൾ തന്നെ എന്റെ ഈ ഒരു ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ സമീപനത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ശാലിനി അറിയിച്ചപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരോട് പൊയ്ക്കോളാനായി അറിയിക്കുമ്പോൾ ഡേവിസും ആന്റണിയും കൂടി ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആന്റണി ഡേവിസിനോട് പറഞ്ഞു, അന്ന് ആ ശിവനെ മുന്നിൽ നിർത്തി ഇവളുടെ കഥ ഞാൻ കഴിക്കാനായിട്ട് ഒരുങ്ങിയതായിരുന്നു. അന്ന് ഞാൻ ഇവളെ ഷൂട്ട് ചെയ്തപ്പോ അല്പം ഒന്ന് ഉന്നം മാറിപ്പോയതായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അന്നത്തെ ആ ദിവസം ഇവൾ ഇല്ലാതാകുമായിരുന്നു. എന്തായാലും ഇനിയും ഉടനെ തന്നെ അവളുടെ ജീവൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കൈകൊണ്ട് തന്നെ ആ കൃത്യം ഒരിക്കൽ കൂടി നടത്തേണ്ടി വരും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുമ്പോൾ ശാലിനിയും ഇങ്ങനെ ഒരു ആവശ്യമായി അവിടേക്ക് വന്ന ഈ അലക്സിന്റെയും ഡേവിസിന്റെയും ഇപ്പോഴത്തെ നീക്കങ്ങളും അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതുപോലെ ശാലിനി ഇതെന്തായാലും നടപ്പിലാവാൻ പോകുന്നില്ല എന്ന ധാരണയിൽ ശാലിനി ആലോചനയിൽ മുഴുകിയിരുന്നു. അപ്പോഴാണ് ശിവന്റെ അനുജത്തിയെയും പ്രകാശിനെയും കൊണ്ട് പോലീസ് അവിടെ നിന്ന് പോയ വിവരം ഉടൻ തന്നെ കമലൻ ശിവനെ വിളിച്ച് അറിയിച്ചത്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പിള്ളച്ചേട്ടനോട് പറഞ്ഞിട്ട് ശിവൻ പുറത്തേക്ക് ഇറങ്ങണം. ശിവന്റെ ആ ഒരു യാത്ര കണ്ട് പിള്ളച്ചേട്ടനും ആകെ ആശങ്കയായി. ഇനി മയക്കത്തിലായിരിക്കുന്ന രാഘവൻ സാർ എഴുന്നേൽക്കുമ്പോൾ വിഷ്ണുവിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക എന്നൊരു ആശങ്ക അപ്പോഴേക്കും പിള്ളയുടെ മനസ്സിനെയും അലട്ടിയിരുന്നു. ഈ സമയം സോമശേഖരനും സംഘവും അവിടെ നിന്ന് പ്രകാശിനെയും ചന്ദ്രയുമായിട്ട് സ്റ്റേഷനിലേക്ക് പുറപ്പെടുമ്പോൾ അവർക്ക് കുറുകെ വന്ന് ജീപ്പിൽ വന്ന് നിൽക്കുകയാണ് ശിവൻ. വണ്ടി നിർത്തി പുറത്തിറങ്ങിയ സോമശേഖരനോട് ശിവൻ ചോദിച്ചു, സാറേ ഇവരെ ഇപ്പൊ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവരെന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചതും അതെ, ഇമ്മോറൽ ട്രാഫിക്, അതാണ് ഇവരുടെ മേലുള്ള കുറ്റമെന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ശിവൻ പറഞ്ഞു, സാർ ഇതെന്റെ പെങ്ങളാണ്, ഇത് അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും, ഇവർ പ്രായപൂർത്തിയായവരാണ്, ഇന്ന് ഇവരുടെ വിവാഹമാണ് എന്നറിയിച്ചപ്പോ ഇത് കേട്ടതോടെ സോമശേഖരൻ പറഞ്ഞു, നീ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി നിന്റെ ഒരടവും ഇവിടെ വിലപ്പോവില്ല. ആദ്യം സ്റ്റേഷനിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് ബലമായി തന്നെ ചന്ദ്രയെയും പ്രകാശിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ CI റസാഖിന്റെ മുന്നിലേക്ക് അവരെ ഇരുവരുമായിട്ട് സോമശേഖരനെത്തി. ഉടനെ തന്നെ CI ഈ വിവരം വിളിച്ച് മഹേന്ദ്രനെ അറിയിക്കുന്നു. അങ്ങനെ സിയിലൂടെ തന്നെ ഇക്കാര്യം കളക്ടറും അറിയാനിടയായി. ശാലിനി വിവരം അറിഞ്ഞതോടെ പ്രകാശിന്റെ ഒരു ആഗ്രഹവുമായി പ്രകാശ് മുന്നിലേക്ക് വന്നപ്പോൾ അന്ന് താൻ പ്രകാശിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ അതിനു മുൻപ് പ്രകാശൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കാമെന്നും അവരുടെ വീട്ടിൽ പോയതിനെ കുറിച്ച് സംസാരിക്കാമെന്നും ശാലിനി വാക്ക് കൊടുത്തതും ശാലിനി ഓർത്തെടുത്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ശാലിനിയും വേഗം തന്നെ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ഈ സമയം ശിവൻ പ്രകാശിന്റെയും ചന്ദ്രയുടെയും വിവാഹം നടത്താതിരിക്കാനായിട്ട് മഹേന്ദ്രൻ പോലീസ് മുഖേന ഇങ്ങനെ ഒരു നീക്കം നടത്തിയതുകൊണ്ട് ഇനി അവരുടെ ജീവിതത്തിൽ അച്ഛനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ശിവനും സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തുകയാണ്. അങ്ങനെ എല്ലാവരും സ്റ്റേഷനിലേക്ക് വന്നെത്തിയതും മഹേന്ദ്രന്റെയും ശിവന്റെയും ഏറ്റുമുട്ടൽ ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ ആ നിമിഷം തന്നെ ഉണ്ടായേക്കുമെന്നുള്ള ആശങ്കയും സിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ റസാക്ക് അവരെ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തി പ്രകാശിന്റെയും ചന്ദ്രയുടെയും തീരുമാനം എന്താണെന്ന് അന്വേഷിച്ചു. മഹേന്ദ്രൻ വന്നതും ചന്ദ്രയെ ബലമായി പിടിച്ചുകൊണ്ട് പോകാനൊരു ശ്രമം നടത്തുമ്പോൾ ശാലിനി അതിനെ തടയുകയാണ്. ഇരുവരും പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്നും നിങ്ങൾ ഇവരെ ഇല്ലാതാക്കുമെന്ന് തന്റെ വീട്ടിൽ വന്ന് തന്നെ മുന്നിൽ വെല്ലുവിളിച്ചിട്ട് പോയതാണെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവന് ഭീഷണിയുള്ള ഈ നിമിഷത്തിൽ ഇവരുടെ തീരുമാനം എന്താണെന്നാണ് ആദ്യം ഞങ്ങൾക്ക് അറിയേണ്ടതെന്നും നിയമപരമായിട്ട് ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിയമം അവർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നും ശാലിനി അറിയിച്ചു. ഒടുവിൽ ചന്ദ്രയും പ്രകാശും അവരുടെ പരസ്പര സമ്മതവും അവരറിയിക്കുകയാണ്. ശിവൻ ചന്ദ്ര താൻ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രകാശിനൊപ്പമായിരിക്കുമെന്നും പ്രകാശ് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രയായിരിക്കുമെന്നും അവരറിയിക്കുമ്പോൾ ഒടുവിൽ അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹത്തിന് അനുകൂലമായിട്ടേ നിയമത്തിന് നിൽക്കാനാകുമെന്ന് CI റസാഖും പറയുന്നു. ഒടുവിൽ മഹേന്ദ്രനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ശിവന്റെയും ശാലിനിയുടെയും സാന്നിധ്യത്തിൽ പ്രകാശിന്റെയും ചന്ദ്രയുടെയും വിവാഹം നടത്താൻ റസാഖ് തീരുമാനിക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ച വിവരം ശിവൻ അറിയിക്കുമ്പോൾ രജിസ്ട്രാറെ CIയുടെ ഓഫീസിലേക്ക് തന്നെ വിളിച്ചു വരുത്താൻ ശാലിനി
മുൻകൈയെടുത്തു. അങ്ങനെ ശാലിനിയുടെ നേതൃത്വത്തിൽ ശിവന്റെയും സാന്നിധ്യത്തിൽ മഹേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റസാഖും മറ്റ് പോലീസുകാരും എല്ലാം സാക്ഷികളായി ചന്ദ്രയുടെയും പ്രകാശിന്റെയും വിവാഹം അവർ നടത്തി കൊടുക്കുന്നു.